ഹായ്. അപ്പൊ ഞങ്ങളിപ്പോ വന്നേക്കുന്നത് സ്നേക്ക് പാർക്കിലാണ്, പറശ്ശിനിക്കടവ്. അപ്പൊ ഇപ്പൊ ജസ്റ്റ് കേറിയിട്ടേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ നല്ല മഴയും കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിവെട്ടി മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് കേറിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞങ്ങൾ പോണത് നേരെ അകത്തേക്കാണ്. ഇനി അടുത്ത കാഴ്ച നമുക്ക് അകത്ത് പോയിട്ട് കാണാം. ഇതാണ് ജംഗിൾ കാറ്റ്, കാട്ടുപൂച്ച എന്ന് പറയും. അപ്പൊ ഇതിനെ നമുക്ക് ആദ്യമൊന്നും ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ കുറച്ചും കൂടെ നമ്മള് ഉള്ളിലോട്ട് നോക്കിയപ്പോഴാണ് അത് കൂട്ടിൽ കിടക്കണ കണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ആകെ ഇടി മഴയും പെയ്യാനുള്ള ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ട് അത്ര ക്ലിയർ അല്ല, കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്. പക്ഷെ നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ആ കൂട്ടില് ആശാൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ കയറാൻ പോണത് നോക്ടർണൽ ഹൗസിലേക്കാണ്. അപ്പൊ ഇതാണ് അതിന്റെ സ്ഥാനം, ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് അവരത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എന്തായാലും അകത്ത് പോയിട്ട് നോക്കാം. നല്ല ഇരുട്ടാണ് ഇവിടെ. അപ്പൊ ഈ പക്ഷികൾക്ക് രാത്രി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ മുല്ലപ്പന്നിയാണെന്ന് തോന്നുന്നു, അല്ലേ? ആ, പോർക്യുപൈൻ. 3 ഉണ്ട്. 3 4 ഉണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യൻ റോക്ക് പൈത്തൺ ആണ്, പെരുമ്പാമ്പ് അല്ലേ. ഇത് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും, ദാ മരത്തിന്റെ തടിയില് കിടക്കുന്നത്. ആള് നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതാ ചെറിയ വെള്ളത്തിന്റെ അകത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. വേറെ ഒരെണ്ണം കൂടെ ആ മരത്തിന്റെ തടിയിൽ തന്നെ പൊക്കത്തായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാം. ഇതാണ് തൊപ്പിക്കൊരങ്ങൻ. കുറെ എണ്ണം ഉണ്ട് ഇതിന്റെ അകത്ത്. ഇവിടെ ഒരെണ്ണം വന്ന് ഇരിപ്പുണ്ട് കുറെ നേരമായിട്ട്. ഞങ്ങള് വിളിച്ചിട്ടൊന്നും ആള് മൈൻഡ് ഇല്ല, ആള് ബിസിയാണ്. ഒരെണ്ണം വരുന്നുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, ഓരോ നാളിനും ഓരോ ചെടി ഉണ്ടെന്ന് പറയില്ല. അപ്പൊ ആ ഓരോ നാളിനും ഓരോ ചെടിയുടെ പേരാണ് ഇവരിതിൽ വെച്ചിരിക്കുന്നത്. മകം ഇല്ലേ? മകം ഉണ്ടാവും അപ്പുറത്തെ. ഇതിപ്പോ എന്റെ നാളാണ് മകം. അപ്പൊ ഇത് പേരാലാണ്, പേരാലെന്നല്ലേ. പിന്നെ കാർത്തിക ഇതെന്റെ ഹസ്ബൻഡിന്റെ ആണ്. അപ്പൊ ഇത് അത്തി. ഇവിടെ എഴുതിയിട്ടുണ്ട് എല്ലാ നക്ഷത്രത്തിന്റെ വൃക്ഷങ്ങള്. നിങ്ങളുടെ നക്ഷത്രം ഏതാന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയെടുക്കും. ഇതാണ്, നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും പല പല സൂയിലൊക്കെ ആയിട്ട്, എമ്മു. ഇവിടെ 3 ഉണ്ട്. അല്ല, 4 ഉണ്ട്. ഒരെണ്ണം ഈ സൈഡിലായിട്ടും ഉണ്ട്.
ഉം. ഇതിനെ ഏകദേശം നമ്മൾ കാണുന്നത് ഓസ്ട്രേലിയയിലാണ്. പിന്നെ ഒരു 20 വർഷത്തോളം ഇതിന് ആയുസുണ്ട്. നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു കുറെ നേരമായിട്ട്. അതിങ്ങനെ തല പൊക്കി പൊക്കി നോക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് സ്ഥലം വിടാം, ബാ. അപ്പൊ ഇത് നമ്മുടെ ഈഗിള്, ഔള് അങ്ങനത്തെ ജീവികളുടെ ഒരു കൂടാണ്. പക്ഷെ ഇതിലിപ്പോ ഇരുട്ടായതുകൊണ്ട് നിങ്ങളെയൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കാണാൻ പറ്റുമോ? ദേ അവിടെ ഇപ്പൊ ഒരെണ്ണം കൂട്ടീന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്, പരുന്ത്. ഇപ്പൊ ആൾക്കാരുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ കൂട്ടീന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കുറച്ച് പാടാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാൻ. എന്നാലും ഒരെണ്ണത്തിനെ നമ്മൾ കണ്ടു. അപ്പൊ തൽക്കാലം അത് മതി. വാ. അപ്പൊ ഇതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്പെഷ്യലി ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നത്. റെപ്റ്റൈൽ സോൺ. ഇതിപ്പോ എനിക്കും എന്റെ ഹസ്ബൻഡിനും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസിനെ കാണാൻ കുറച്ച് എക്സ്ട്രാ താല്പര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ ഇതാണ് ഇന്ത്യൻ റോക്ക് പൈത്തൺ, പെരുമ്പാമ്പല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നോൺ വെനമസ് ആണ്. ഇപ്പൊ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് വെനം ഉണ്ടെന്നാണ്. പക്ഷെ ഇത് നോൺ വെനമസ് ആണ്. ശരിക്കും ഇതിന്റെ പല്ല് വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇതും ഇന്ത്യൻ റോക്ക് പൈത്തൺ തന്നെയാണ്. പക്ഷെ ഇവിടെ കുറെ കുഞ്ഞുങ്ങളുണ്ട് ഇതിന്റെ. അത് നമുക്ക് ആ സൈഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാം ബോധമില്ലാണ്ട് മയങ്ങി കിടക്കുകയാണ്. എന്നാലും ഈ സൈഡിൽ കൂടെ നോക്കിയാൽ അത് ഒരെണ്ണം തലയെടുത്ത് പൊക്കുന്നുണ്ട്, ഒരു കുഞ്ഞ്. ഈ തടിയുടെയൊക്കെ പുറത്ത് ആള് ഇരിപ്പുണ്ട്. ഇവിടുത്തെ അടുത്ത ആള് ഇന്ത്യൻ കോബ്ര. ഇതാള് ആ കൂട്ടിൽ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ അവിടെ ബാക്കിലും ഉണ്ട്. 3 എങ്ങാണ്ട് ഉണ്ട് ഇവിടെ. ശരിക്കും ഇത് ഭയങ്കര വെനമസ് ആണെങ്കിൽ പോലും ഇതിന്റെ വിഷത്തിന് ഭയങ്കര മെഡിസിനൽ ക്വാളിറ്റീസ് ഉണ്ടെന്നാ പറയണത്. അതായത് ആന്റി ക്യാൻസറിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ 3 ഉണ്ട് ഇവിടെ ഇപ്പൊ. ഇതാണ് അണലി, റസൽസ് വൈപ്പ്. ഇത് ഞങ്ങളിവിടെ കുറെ നേരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആളെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് വന്ന 2 ചേട്ടന്മാര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ പൊക്കത്ത് സൈഡിലായിട്ട് ഒരു ചെറിയ സാധനം. നമ്മൾ പെട്ടെന്ന് അങ്ങനെ നോക്കിയാലൊന്നും അതിനെ കാണില്ല. ഞങ്ങൾ കുറച്ച് നേരമായി, ഒരു 5-10 മിനിറ്റ് ആയി ഞങ്ങൾ അതിനെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് കോമൺ റാറ്റ് സ്നേക്ക്, അതായത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ചേര. അവിടെ കിടപ്പുണ്ട് ആള്. ഒരെണ്ണം പൊക്കത്തേക്ക് പിടച്ച് കയറുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പറമ്പിലും വീടിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കാണാറുണ്ട്. അപ്പൊ ഇവിടെ 2 ഉണ്ട്. ഇതാണ് മോണ്ടെയിൻ ട്രിങ്കറ്റ്. ഇത് നോൺ വെനമസ് ആണ്, കാട്ടുപാമ്പ് എന്നാ പറയുന്നത്. പക്ഷെ ഇതിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഒന്നും ഇല്ല ഇതിനെ കുറിച്ച്. ഇപ്പൊ ആളൊരു ചെറിയ ഒരു സാധനമാണ്. അത് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ മഴ പെയ്യാൻ പോണ പോലെ നിക്കുന്നത് കൊണ്ട് ഒരു ആശ്വാസമുണ്ട്. ചൂട് അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഇപ്പൊ. അതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാനൊക്കെ ആയിട്ട്. ഇതാണ് അടുത്ത വൻജീവി, നമ്മുടെയൊക്കെ സ്വന്തം മുതല, മാർഷ് ക്രോക്കഡൈൽ. ഇപ്പൊ ഇതില് വായിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്, എനിക്കിത് അറിയില്ലായിരുന്നു. ഇതുങ്ങള് കല്ല് കഴിക്കും ഡൈജഷന് വേണ്ടിയിട്ട്.
ഡൈജഷൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ഇതുങ്ങൾ സ്റ്റോൺ വിഴുങ്ങും. അപ്പൊ അത് ഇതുങ്ങളുടെ സൈസ് അനുസരിച്ചാണ് ഓരോ സ്റ്റോണിന്റെയും സൈസ് വ്യത്യാസം വരുന്നത്. ഇവിടെ ഇപ്പൊ കുറെ ഉണ്ട്. ഒരെണ്ണം ഇപ്പൊ പൊക്കത്തേക്ക് ഇങ്ങനെ കേറുന്നുണ്ട്, അടുത്തതായിട്ട് കടിപിടി കൂടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മിക്ക സ്ഥലത്തും പോകുമ്പോ ഈ മുതലേക്ക് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാ ഞാൻ കണ്ടേക്കുന്നത് മിക്ക സൂയിലും. അത് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതുങ്ങൾക്ക് വല്ല മയക്കുമരുന്ന് കൊടുത്ത് ഇങ്ങനെ കിടത്തിയേക്കുന്നതാണോ എന്ന്. പക്ഷെ ആ സംശയം ഇവരിപ്പോ മാറ്റി തന്ന്. അവിടെ നല്ല കടിപിടി കൂടുകയാണ്. ഇതിപ്പോ വെള്ളത്തിൽ കൂടെ ഒരുത്തം വരുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്നവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അവൻ കുറെ നേരമായി അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആശാന്തേ രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് സമാധാനമായി അവിടെ കിടന്നു. മറ്റവൻ തക്ക സമയം നോക്കിയിരിക്കുകയാണ്. നമ്മൾ കയറാൻ പോകുന്നത് സ്മോൾ സ്നേക്ക് ഹൗസ്. അത് ചെറിയ ചെറിയ പാമ്പുകള്, പക്ഷെ അവര് നിങ്ങൾ ചെറുതായിട്ടൊന്നും കാണണ്ട, കാരണം നല്ല വിഷമുള്ളതുങ്ങളാണ്. ഒരു ചെറിയ കടി കിട്ടിയാൽ മതി നമ്മൾ അപ്പൊ തന്നെ തട്ടിപ്പോവാനായിട്ട്. ഇതാണ് വൈൻ സ്നേക്ക്. ഇതാണ് കോമൺ വുൾഫ് സ്നേക്ക്, അതായത് വെള്ളി വരയൻ. ഇതിനെ അങ്ങനെ കാണുന്നില്ല. ആ ഇലയുടെ ഒരു ഇല നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന്റെ ചുറ്റത്തായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നെക്സ്റ്റ് ഇതാണ് ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ. ഇത് ഭയങ്കര ചെറുതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും ഇതിനെ കണ്ടുപിടിക്കാനായിട്ട്. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് നോക്കിയിട്ട് ഇതേ ഒരാളെ കണ്ട്, ചെറുത് ദേ. ഇതാണ് ഗ്രീൻ ഇഗ്വാന. ഇവിടെ കുറെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഈ ഗ്ലാസിന്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഗ്ലെയർ അടിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റിയില്ലെങ്കിലും നാളെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അതൊരു സർപ്രൈസ് ആണ്. അവിടെ ഇതിനെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഇത് കുറെ എണ്ണം ഉണ്ട് ആ സ്റ്റോണിന്റെ ഒക്കെ പുറത്തായിട്ട് കുറെ. അപ്പൊ ഇപ്പൊ നമ്മളത് കണ്ടാൽ മനസ്സിലാവും എല്ലാം കൂടെ പൊക്കത്തേക്ക് വന്നാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജീവിക്ക് ലൈറ്റിന്റെ ടെമ്പറേച്ചർ, അതായത് നല്ല ഹീറ്റ് ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുങ്ങളെല്ലാം കൂടെ ഈ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ഫൈനലി നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലത്തിട്ടുണ്ട്, കൊബ്ര ഹൗസ്. ഇതിന്റെ ഉള്ളില് ആളുണ്ട്, നമുക്ക് കാണാം. ഇവിടെ കിടപ്പുണ്ട്, കൊറേ എണ്ണം ഉണ്ട് ഇങ്ങനെ ചുരുണ്ടുകൂടിയാ കിടക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. നമ്മൾ ശരിക്കും ഉദ്ദേശിച്ച ആൾ ഇതല്ല, കിങ് കോബ്ര ആണ്. അപ്പൊ അത് അവിടെ ഉണ്ടോന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. സോ ഗൈസ്, ഇതാണ് നമ്മളെ ഉദ്ദേശിച്ച സാധനം. അത് നമ്മളെ ഇവിടെ കിട്ടി നമുക്കിവിടെ. അപ്പൊ കുറച്ചും കൂടെ അടുത്ത് പോയി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിനെ കണ്ട്, പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര വലിയ സൈസ് ഒന്നും ഇല്ല കേട്ടോ. ഒന്ന് ചെറുതാണത്. ഇതേ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടും പിന്നെ അത് കുറച്ച് ഇരുട്ടായ ഡാർക്ക് സ്പോട്ട് കണ്ടുപിടിച്ചാണ് അതവിടെ കിടക്കുന്നത്.
അപ്പൊ അത്ര വിസിബിൾ അല്ല എന്നാ പോലും ഒരു ചെറിയ സാധനമാണ്. വിചാരിച്ച നമ്മുടെ എക്സ്പെക്ടേഷന്റെ അത്രയൊന്നും വന്നിട്ടില്ല. ഈ നമ്മൾ ഇറങ്ങാറായപ്പോഴാണ് ഞാൻ ഈ മാക്രീനെ കണ്ടത്. അപ്പൊ എനിക്ക് ഈ മാക്രീനെ ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ നിന്നതാണ്. അപ്പൊ ആളുടെ ഒപ്പം ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പൊ നമ്മളിപ്പോ എല്ലാം കഴിഞ്ഞൊരു റൗണ്ട് അടിച്ച് ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് എത്തിയിട്ടുണ്ട്. നമ്മള് കേറിയ എൻട്രൻസിന്റെ അവിടെ തന്നെയാണ് നമ്മളിപ്പോ എത്തിയേക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ ഒന്നും കാണാനില്ല എന്ന് തോന്നുന്നു. പക്ഷെ കറക്റ്റ് സമയത്താട്ടോ നമ്മളിവിടെ എത്തിയത്. കാരണം ഇവിടെ എത്തലും ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പഴശ്ശിനിക്കടവ് അമ്പലത്തിലേക്കാണ്. അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് വേറെ കാണാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. സുറ്റ